ഹലോ ഗൈസ്, എല്ലാവരും റംനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വട്ടുപത്തിരിയാണ്. ഇതായിരിക്കുന്ന ഞാൻ 2 ഗ്ലാസ് പുഴുങ്ങലരി, ഈ ക്ലാസ്സിന് 2 ഗ്ലാസ് പുഴുങ്ങലരി വെള്ളത്തിൽ ഇന്നലെ പുലർത്താൻ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തരിയോട് കൂടി തന്നെ വരക്കാൻ പറ്റുള്ളൂ. തരിയില്ലാതെ ഫൈനായിട്ട് അരച്ചാൽ അത് ശരിയാവില്ല. മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 10-12 ചെറിയ ഉള്ളി കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി, ഇനി രസം ജീരകം, വലിയ ജീരകം കുറച്ചൊരു 1/2 സ്പൂണ്, വലിയ ജീരകം 1/2 സ്പൂൺ, നല്ല ജീരകം 1/2 സ്പൂൺ, ഉപ്പ് ഇട്ടുകൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത്. കല്ലുപ്പ് നമ്മളായിട്ട് പാകാറുള്ളത് കല്ലുപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേശം തേങ്ങയും കൂടി ഇട്ടെടുക്കാണ്ട്. പൊന്നാര മാണിക്കക്കല്ലുകളെ ഇതൊക്കെ ഉണ്ടാക്കിയാണല്ലോ അടിപൊളിക്കാരം. അപ്പോൾ അതേപോലെ ഞങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയേക്ക്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. 1.5 തേങ്ങ ചിരകിയതുണ്ട് ഇതിൽ. അപ്പോൾ അത്രയും നമുക്ക് വേണ്ട, കുറച്ച് മതി. അതതിലേക്ക് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ച് വരട്ടെ. കുറച്ച് ഇതാണ്ട കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വല്ലാതെ വെള്ളം പറ്റില്ല. ലേശം വെള്ളത്തോട് കൂടെ കൂടി അരച്ചെടുക്കുക. എന്താ പൊന്നാരൻ്റെ മാണിക്ക കല്യാണം ഏതാണ്ടൊക്കെയൊക്കെ. എന്താ ഇത് നെയ്പത്തിരി എന്ന് പറയും, പത്തലി എന്ന് പറയും. ഞങ്ങളിവിടെ പറയണത് ഇവിടെ വട്ടുപത്തിരി എന്നാണ്. വട്ടുപത്തിരി ഉണ്ടാക്കുകയാണ് അതിൽ പറയാം. അതൊക്കെ ഈ കുറച്ച് തരിയോട് കൂടി തന്നെ അരച്ചെടുക്കുന്നത്. തരിയോട് കൂടി അരച്ചെടുക്കുന്നത്. ഇതിരിക്കുമ്പോൾ ലേശം അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കും. എനിക്ക് ലേശം അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല അങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉരുള പോലെ വരുന്നതാണ്. അങ്ങനെ ഉരുള പോലെ വെക്കാൻ പാടില്ല. ലേശം കൂടി അരിപ്പൊടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ച് ഒരു കാര്യം കൂടി ഇടാനുണ്ട്. രസമുണ്ട്. എന്താ അത്? രസം എടുക്കാൻ പോവുകയാണ്. കുഴപ്പത്തിൽ തന്നെ ഇടണം. അത് ഞാൻ മറന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടുന്നില്ല. ഇട്ടാൽ ഒരു ലേശം ടേസ്റ്റ് അധികം കിട്ടും. തേങ്ങക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇത് നല്ലോണം എല്ലാവർക്കും കുടിച്ചാൽ വേണ്ടി കുഴക്കണം. ഈ എണ്ണ എല്ലായിടത്തും കൂടി പിടിച്ചിട്ട് സെറ്റായി വരണം. അപ്പോൾ എല്ലായിടത്തും കൂടി എണ്ണ കടിച്ചോളൂ. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഇറച്ചി കോഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കറി ഇല്ലാതെ കഴിക്കാം, വേറെന്തും കഴിക്കാം. എനിക്ക് കൂടുതൽ ഇഷ്ടം കറി ഇല്ലാതെ കഴിക്കണതാണ്. ഈ രൂപത്തിലായി വരണം. ഈ സാധനം ആയി വരണം. ഈ രൂപത്തിലായി വരണം. അപ്പോൾ നമ്മൾ വട്ടുപത്തിരി ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ എല്ലായിടത്തും കൂടി പൊടിച്ച് ഉപ്പും എള്ളും എല്ലായിടത്തും കൂടി പൊടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതവിടെ ഒരു ലേശം അരമണിക്കൂർ ഇവിടെ വെക്കാൻ പോകുകയാണ്. എന്നിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കണം. ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും എല്ലാതും ഉണ്ട്. അമർത്തിക്കോളി. പൊന്നാര മാണിക്ക കല്യാണേ എല്ലാതും ചെയ്തോളി. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഇതേപോലെ ഞങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ചുടാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള ചിക്കൻ ഉള്ളി നല്ലോണം വാട്ടുകയാണ്. എല്ലാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഉള്ളി നല്ലോണം ഒന്ന് വാടി വരട്ടെ. പൊന്നാരം ഏതിന് വാടി വന്നാൽ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേത് സെറ്റായി വെച്ചാൽ അപ്പോൾ ഇത് ഉണ്ടാക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഉള്ളി നല്ലോണം വാടിയതാണ്, അല്ലെങ്കിൽ ഉള്ളി കടിക്കുള്ളൂ. അത് നല്ലോണം ഒന്ന് വാട്ട, നല്ല വാടി വരണം. ഇത് ടേസ്റ്റ് കിട്ടുന്നു.
ഇനി ഉപ്പിട്ടെടുക്കാൻ പോവുകയാണ്. ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ലേശം കൂടി വേണം. നല്ലോണം ഇത് വാടിയ നല്ലോണം വാടിയ നല്ലോണം വാടി വന്നാലാണ് ഇത് നല്ല വാടിയ. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശായിട്ട് ഇത് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കുറേ തോന്നിയിരുന്നു. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ആ ഉള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് തന്നെ ചൂടുള്ളൂ. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇട്ടൊരു വലിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇട്ടെടുക്കാൻ പോകുന്നത് ഗരം മസാല പൊടി ഇട്ടെടുക്കണം. ഒരു നുള്ളിട്ടെടുക്കുള്ളൂ. പിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇട്ടെടുക്കാൻ പോകുന്നത് ലേശം മുളക് പൊടിയാണ്. നല്ല പാത്തു മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി, അല്ലാതെ എരി കൂടുള്ളൂ. ഇതാ 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയുടെ ഒരു ലേശം അത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല 1 സ്പൂൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയുള്ള മസാല ഞാൻ നല്ലോണം വാടി വരണം. നല്ല വാടിയിട്ട് ആ മുളകും മഞ്ഞളൊക്കെ കഴിക്കൊന്ന് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം സെറ്റായി വരട്ടെ. നല്ലോണം സെറ്റായി വന്ന് ചേർന്ന് നമ്മൾ ഒന്ന് കൊണ്ട് വരട്ടെ. ഉപ്പുണ്ടോ നോക്കട്ടെ. ആദ്യം മസാലയിൽ ഉപ്പുണ്ടാക്കണം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം അതിൽ പൊടിച്ച് വരട്ടെ മസാലയിൽ. അപ്പോൾ നമ്മൾക്ക് ഇനി കോഴിനെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കോഴി ഇട്ടുണ്ട്. കുറച്ച് എല്ലോട് കൂടിയുള്ള കോഴിയാണ്. അത് അതിൻ്റെ രസം കിട്ടുള്ളൂ. എല്ലും ഇറച്ചിയും കൂടിയാണ്. അതായത് കോഴിയുടെ ഇറച്ചി എല്ലും പാടെ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഈ കറി ഒരു രസം കിട്ടും. അങ്ങനെ കടിക്കാനാകുമ്പോൾ അതിൻ്റെ ഒരു രസം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചിട്ടെ. കോഴിമേൽ കൂടെയൊക്കെ മസാല പിടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അങ്ങനെ മക്കളെ അങ്ങനെ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മളൊക്കെ കല്യാളെ അതെ അടിപൊളി ടേസ്റ്റായിട്ട്. അപ്പോൾ മസാലയൊക്കെ എല്ലാത്തോടെ പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് പാർന്ന് കൊടുക്കാൻ പോകാൻ. തുള്ളി അതിൻ്റെ വെള്ളം വരും. പക്ഷെ എന്നാലും കുറച്ച് വെള്ളം ലേശം വെള്ളം അതിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാൻ പോവുകയാണ്. അടച്ച് വെച്ചാൽ ഒന്നുകൂടി ചിക്കൻ വീഴും. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനി അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനി അടുപ്പത്തേക്ക് സെറ്റാക്കാൻ പോവുകയാണ്. അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ വട്ടുപത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ്. വട്ടുപത്തിരി ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. ചട്ടി തരണം ചൂടായി വന്നിട്ടുണ്ട്. ഇതാ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഓയിലെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ചൂടായി വരട്ടെ. നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഇത് കൊടുക്കാൻ പോകുന്നത്. നല്ല ചൂടായി വരട്ടെ. ഞാനിത് വട്ടുപത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അങ്ങനെ ഉള്ളം കൈ കൊണ്ട് പ്രസ് ചെയ്താലേ ഈ ശരിക്കുള്ള വട്ടി നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് എണ്ണ നമ്മൾ തരുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കുക. അങ്ങനെ ഇത്രയും മതി. ഇങ്ങനെ പറ്റി കൊടുക്കണം. കയ്യിൻ്റെ അടയാളം പാടില്ല. ഇങ്ങനെ പൊട്ടി കൊടുക്കുക. പത്തരി ഉണ്ടോ പിന്നെ എന്തത് പട്ടുപത്തിരി ഇതേ രൂപത്തിലായിരിക്കണം. ഇതേ രൂപത്തിൽ നമ്മൾ എണ്ണയെ കൊണ്ടുവരുമ്പോഴാണ് ഇത് പൊള്ളച്ചത് വരും. നല്ലോണം പൊള്ളച്ചത് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് ഞാൻ എണ്ണയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്.
നമ്മൾ എണ്ണ കാഞ്ഞ് വന്നിട്ടുണ്ട്. അരിക്കിടാൻ പോവുകയാണ്. ഞാൻ നല്ലോണം പൊള്ളച്ച് വരട്ടെ. പൊള്ളച്ച് പൊന്തി അതേപോലെ വരത്തടി നല്ല നാക്കിയിട്ട് അതുപോലെ വരത്ത്. അതേപോലെ ചുടുന്ന കാട്ടാൻ പറ്റും. രണ്ടു അത് കൊള്ളാം നോക്കട്ടെ ആദ്യം. നല്ലോണം പൊന്തി വരും. അത് കുന്നിച്ചിട്ട് അപ്പോഴാണ് നമ്മളെ വട്ട് പത്തിരി. അല്ലാതെ കത്തിക്കാനും പറ്റില്ല. കത്തിച്ച് കഴിഞ്ഞാൽ അടി കഴിയും. അതൊന്ന് പൊന്തി നല്ലോണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൊന്തി നല്ലോണം വരട്ടെ. വിളിക്കാൻ മതി. വട്ടൽ പൊന്തി വരാൻ നടക്കുന്നു. ഒന്ന് പൊന്തി വരട്ടെ. നമ്മളെ വട്ടുപതി കണ്ട പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ തുള്ളിച്ച എണ്ണ അങ്ങനെ പാർന്ന് കൊടുത്താൽ അടിവശം മറിച്ചാലായിട്ടില്ല. ഒന്നുകൂടി ക്രിസ്പിയായി വരാണ്ടിങ്ങനെ എണ്ണ പാർന്ന് കൊടുക്കുക. അപ്പം ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എണ്ണ അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അടിവരം അങ്ങനെ ക്രിസ്പിയായി വന്നാൽ നമ്മളെ വട്ടുപത്തിരി ശരിയാവും. നല്ലോണം എണ്ണ ഇങ്ങനെ പാർന്ന് കൊടുക്കുക. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ മതി. അപ്പോൾ നമ്മൾ വട്ടുപത്തിരി ക്രിസ്പിയായി വന്നിട്ടുണ്ടോ? നമ്മളതിന് ചട്ടിയിൽ നിന്ന് കോരി കൊടുക്കണം. ഒന്നുകൂടി വാങ്ങണം. അപ്പോൾ ചട്ടിയിൽ നമ്മൾ കോരി കൊടുക്കണം. അതെ. അപ്പോൾ പോലെ അങ്ങനെ ഈ വായനലം വന്ന് അങ്ങനെ വിട്ട് തുള്ളി എണ്ണ തേച്ചാൽ അതിന് വിട്ട് പോരും. ഇങ്ങനെ പുല്ല് അപ്പോൾ നമ്മൾ ഇതിന് ഒന്നുകൂടി പൊന്തി വരട്ടെ. ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എണ്ണ പാർന്ന് കൊടുത്താൽ നമ്മളെ വട്ടുപത്തിരി നല്ല ടേസ്റ്റിൽ കിട്ടും. വട്ടുപത്തിരിയാണ് പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ലതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ കൈ ഉള്ളം കൈയിൻ്റെ അവിടെ വെച്ചുള്ളി എണ്ണ തേച്ചിട്ട് അങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. കയ്യിൻ്റെ ഈ വിരലുകൊണ്ട് അമർത്തി കൊടുത്താൽ പാടുണ്ടാവുക. ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വട്ടം വീശിട്ട് നമുക്ക് എത്ര വട്ടമായാലും നമുക്ക് വീശാം. ഇങ്ങനെ ഇനി ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എടുക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. പൊട്ടാത്ത രീതി അതേപോലെ എടുത്തിട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മളെ വട്ടുപത്തിരി ഉണ്ടാക്കുന്ന വിധം. ഗൈസ് ഞാനിതാ വട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇറച്ചിക്കറി ഉണ്ട്, കടലക്കറി ഉണ്ട്, നല്ല പാൽച്ചായ ഉണ്ട്, കോഫി ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് കുടിക്കാം. പക്ഷേ ഞാൻ കോഫിയെ കുടിക്കുള്ളൂ. പാലും ഞാൻ കുടിക്കില്ല. നല്ല ഉണ്ടാക്കാം. നല്ല ഉള്ളിലുണ്ട ഒന്നുമില്ല. നല്ല ഇതായി വന്നിട്ടാണ്. എന്താ രസം ആണ്. തിന്നാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളൊക്കെ വന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു രസമില്ല കാണാനില്ല. അങ്ങനെ ഒക്കെ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. എന്താ രസം. കറിയാണ് ഒപ്പിയിട്ടാണ് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കോപ്പയായി കുടിച്ചാൽ എന്താ മക്കളെ ഒന്നും പറയല്ല. എല്ലാവരും നല്ല ലൈക്ക് കൊടുത്തോട്ടില്ലേ. കമൻറ്റും സപ്പോർട്ടും ഒക്കെ വേണം. എന്താ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ വെള്ളക്കെട്ടിൻ്റെ ഒക്കെ മണം, ആ ജീരകത്തിൻ്റെ മണം അങ്ങനെ കേൾക്കുമ്പോൾ എന്താ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ വരും ചാവിടിക്കാൻ. നമുക്ക് ഒക്കെ പടപ്പം ചാവിടിക്കാൻ വരും. അപ്പോൾ ഓക്കെ.